എല്ലാ സ്റ്റുഡൻസും ആലോചിക്കുന്നത് നമ്മൾ കൂടുതൽ നേരം കഷ്ടപ്പെട്ട് പഠിക്കുന്നതിലാണ് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ചാൻസ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സ്മാർട്ടായിട്ടാണ് ഇനി വർക്ക് ചെയ്യേണ്ടത്. ഈ ടോപ്പർ ആയിട്ടുള്ള കുട്ടികൾ ക്ലാസ്സിൽ, അതായത് എക്സാമിന് ടോപ്പ് ആവാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് ട്രിക്കുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ദിവസം 1 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്കും ക്ലാസ്സിൽ ടോപ്പർ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പോയിന്റ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് റീകോളിംഗ് കൺസെപ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നു, അത് പിന്നെയും വായിച്ചുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. അതിന് പകരം ഒരു തവണ നിങ്ങളൊരു കോൺസെപ്റ്റ് വായിക്കുക, ടെക്സ്റ്റ് അടച്ചു വെച്ചുകൊണ്ട് അത് റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ മുമ്പിൽ ഒരാളുണ്ട് എന്ന് കരുതി കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രെയിനിന് ഈ പഠിച്ച കാര്യം ഓർത്തിരിക്കാനായിട്ട് പറ്റുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാരത്തോൺ ആയിട്ട്, അതായത് എഫക്റ്റീവായിട്ട് പഠിച്ചു കളയാം എന്ന് പറഞ്ഞ് 2-4 മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിലുപരി കൃത്യമായിട്ട് ഒരു ഇന്റർവെൽ വെച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് 20 മിനിറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ്സോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് കൊടുത്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. ഇത് ചെയ്യുന്നതിലൂടെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ചെയ്യുന്ന സാധനത്തിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് എത്രത്തോളം, ഇപ്പോൾ നിങ്ങൾ 4 മണിക്കൂർ പഠിച്ചു എന്നതിലുപരി 2 മണിക്കൂർ എഫക്റ്റീവായി പഠിക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇനി ടോപ്പേഴ്സ് ചെയ്യുന്ന വേറൊരു ട്രിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെല്ലാം ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് അങ്ങ് പഠിച്ചു കളയും അല്ലേ. അതിലുപരി മെയിനായിട്ട് എക്സാമിന് വരാൻ പോകുന്ന കോർ ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറേ ബേർഡൻ എടുത്ത് പഠിക്കുന്നതിലും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സിൽ ടോപ്പർ ആവാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വയ്ക്കുക. സ്റ്റാർട്ട് റീകോളിംഗ്, അവോയ്ഡ് മാരത്തോൺ സ്റ്റഡീസ്, ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് PYQs. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഈ വർഷം തന്നെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിനൊക്കെ നിങ്ങൾക്കൊരു ഹെൽപ്പാണ് ആവശ്യമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും ലേറ്റ് ആയിട്ടില്ല, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം.